إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات മുസ്ലിമുകളായ എല്ലാവരും തനിക്ക് ഉണ്ടാകുമെന്നുറപ്പുള്ള മരണത്തെക്കുറിച്ച് ഏത് സമയവും ബോധമുള്ളവനാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും വലിയൊരു കാരണമാകും. നമുക്കറിയാം, ആളുകൾ തിന്മകളിലൂടെയും ഹറാമുകളിലൂടെയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകൾ എടുത്തു നോക്കിയാലും മരണത്തെക്കുറിച്ചുള്ള ഞാൻ ഏത് നിമിഷവും മരിക്കും എന്ന ഒരു ചിന്ത പലർക്കും യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഭയവുമില്ലാതെ തോന്നിവാസങ്ങളും ഹറാമുകളും ആളുകൾ ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഇടയ്ക്കിടെ ഓർക്കുക എന്നുള്ളത് അത് സലഫുകളുടെ ഒരു ചര്യയായിരുന്നു. ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ധാരാളം സംഭവങ്ങൾ അത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അർ-റബീഅ ഇബ്നു ഖുസൈം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാം. ഖദ് ഹഫറ ഖബ്റൻ ഫീ ദാരിഹി. മഹാനായ റബീഅ ഇബ്നു ഖുസൈം റഹ്മഹുല്ലാഹ് തന്റെ വീട്ടിൽ ഒരു ഖബർ കുഴിച്ചു, ഒരു കുഴി കുഴിച്ചു. ഫകാന യനാമു ഫീഹി കുല്ല യൗമിൻ മറാത്ത്. എന്നിട്ട് ആ ഖബറിൽ അദ്ദേഹം ദിവസത്തിൽ എല്ലാ ദിവസവും പല തവണയായി അതിൽ ഉറങ്ങുമായിരുന്നു. യസ്തദീമു ബിദാലിക ദിക്റൽ മൗത്ത്. എന്തിനാ അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്? അങ്ങനെ ആ ഖബറിൽ എല്ലാ ദിവസവും പല തവണയായിക്കൊണ്ട് ഖബറിൽ അദ്ദേഹം ഉറങ്ങുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ പതിവാക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, വക്കാന യഖൂൽ, മഹാനായ റബീഅ ഇബ്നു ഖുസൈം റഹ്മഹുല്ലാഹ് പറയുകയാണ്, ലൗ ഫാറഖ ദിക്റുൽ മൗതി ഖൽബി സഅതൻ വാഹിദ. എന്റെ ഹൃദയത്തിൽ നിന്ന് അല്പനേരത്തേക്ക്, അല്പനിമിഷത്തേക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എങ്ങാനും വേറിട്ട് പോയിരുന്നുവെങ്കിൽ ലഫസദ, എന്റെ ഹൃദയം കുഴപ്പത്തിലാകുമായിരുന്നു. നമ്മെക്കാളും വിവരവും ഇൽമും സൂക്ഷ്മതയും തഖ്വയുമുള്ള സലഫുകളായ പണ്ഡിതന്മാരുടെ ജീവിതം ഈ രീതിയിലായിരുന്നു. ഒരു നിമിഷം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ ഫസാദിലായി പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഖബർ കുഴിച്ച് ആ ഖബറിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കുവാൻ കിടന്നുറങ്ങുന്ന സലഫുകളായിരുന്നു. ഇതാണ് സലഫുകളുടെ ചര്യ.
മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, മൻ അറഫൽ മൗത, മരണത്തെ കുറിച്ച് ആരെങ്കിലും ശരിക്ക് മനസ്സിലാക്കിയാൽ ഹാനത് അലൈഹി മസാഇബുദ് ദുനിയ വഹുമൂമുഹാ, മരണത്തെ കുറിച്ച് ശരിക്ക് പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ മുസീബത്തുകളോ ദുനിയാവിന്റെ ഉദ്ദേശങ്ങളോ അവന്റെ മേൽ നിസ്സാരമായിരിക്കും. ദുനിയാവിൽ വല്ല മുസീബത്തും ഉണ്ടായാൽ അതിലവൻ ക്ഷമിക്കും, അതൊക്കെ ദുനിയാവാണ്, ഇതൊക്കെ നിസ്സാരമാണ്. മറിച്ച് ഇതിലൊക്കെ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം അത് മരണത്തിന് ശേഷമുള്ള പരലോകത്ത് വെച്ചാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളായിരുന്നു സഹാബാക്കളും സലഫുകളും. തീർന്നിട്ടില്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും, യജ്മഉ കുല്ല ലൈലത്തിൻ അൽ ഫുഖഹാ. മഹാനായ ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് അദ്ദേഹം എല്ലാ രാത്രിയിലും പണ്ഡിതന്മാരെ ഫുഖഹാക്കളെ അദ്ദേഹം ഒരുമിച്ച് കൂട്ടും. അങ്ങനെ ഫയതദാകറൂനൽ മൗത, മരണത്തെ കുറിച്ചും വൽ ഖിയാമ വൽ ആഖിറ, പരലോകത്തെ കുറിച്ചും ഖിയാമത്ത് നാളിനെ കുറിച്ചും മരണത്തെ കുറിച്ചൊക്കെ അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. സുമ്മ യബ്കൂന, അങ്ങനെ പരലോകത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ഖിയാമത്ത് നാളിനെ കുറിച്ചും ഓർത്തുകൊണ്ട് അവരുടെ ഈമാൻ കാരണത്താൽ സുമ്മ യബ്കൂൻ, അവർ കരയുന്നവരായിരുന്നു. ഹത്താ കഅന്ന ബൈന ഐദിഹിം ജനാസ, ഏതുവരെ എന്ന് വെച്ചാൽ അവർക്ക് മുമ്പിൽ ഒരു ജനാസ, ഒരു മയ്യത്തുണ്ട് എന്നതുപോലെ അവർ കരയുമായിരുന്നു എന്നാണ്. അത്രക്കും സൂക്ഷ്മതയുള്ള ആളുകളായിരുന്നു മഹാനായ സലഫുകളൊക്കെ. മഹാനായ ഇബ്രാഹിം അത്തൈമി റഹ്മഹുല്ല പറഞ്ഞു, ശൈആനി, രണ്ട് കാര്യങ്ങൾ, ഖതഅ അന്നി ലസ്സത്തദ് ദുനിയ, ദുനിയാവിന്റെ മോഹങ്ങളെ ദുനിയാവിന്റെ ആസ്വാദനങ്ങളെ എന്നെ തൊട്ട് മുറിച്ചു കളഞ്ഞു. ആ രണ്ട് കാര്യങ്ങൾ ഏതാ? ഒന്ന് ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. വൽ വുഖൂഫു ബൈന യദയില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും ദുനിയാവിനെ കുറിച്ചുള്ള ആസ്വാദനങ്ങൾ എന്നിൽ നിന്ന് മുറിച്ചു കളഞ്ഞു, അതിനെക്കുറിച്ചുള്ള ആസ്വാദനം ഇവകൾ മുറിച്ചു കളഞ്ഞു എന്ന് മഹാനായ ഇബ്രാഹിം അത്തൈമി റഹ്മഹുല്ല പറയുകയാണ്. ഇങ്ങനെ ധാരാളക്കണക്കിനുണ്ട്. ഇത് ഞാൻ സൂചിപ്പിച്ചത്, നമ്മളൊക്കെ സലഫുകളുടെ പാരമ്പര്യം പിൻപറ്റുമ്പോ ഇടക്കൊക്കെ മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പല ആളുകൾക്കും ആ ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഏത് നിമിഷവും മരിക്കും, ഇപ്പം മരിക്കും, എവിടെ വെച്ച് മരിക്കും, ഇതൊക്കെ മനസ്സിലാക്കിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവൻ തിന്മകളിലൂടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ വലിയ അപകടമാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ നമ്മൾ ഓർക്കാത്ത രീതിയിൽ പല നിലക്കും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം AC ഉള്ള ബസ്സിൽ തന്റെ നാട്ടിലേക്ക് പല ആശകളും പല ഉദ്ദേശങ്ങളുമായി യാത്ര തിരിച്ചവരാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ അനുസരിച്ച് വഴിയിൽ വെച്ച് ആ ബസ്സിനെ ഒരു കണ്ടെയ്നർ ലോറി വന്ന് ഇടിക്കുകയും 10-20ഓളം ആളുകൾ മരിച്ചു പോവുകയും ചെയ്തു. നമ്മൾ അറിഞ്ഞ സംഭവമാണ്. ഇങ്ങനെ മനുഷ്യൻ അവിടെ ഞാൻ ഈ സമയത്ത് മരിക്കും ആരും ആഗ്രഹിച്ചിട്ടില്ല. പല ആഗ്രഹങ്ങളുമായി നാട്ടിലേക്ക് പോയവരാണ്. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ ഏത് നിമിഷവും ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നമ്മൾ മരിച്ചു പോയേക്കാം. ഇങ്ങനൊക്കെ മരിച്ചു പോയാൽ ഖബറിൽ ചോദ്യങ്ങളുണ്ട്, പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണയുണ്ട്. അവിടെ നിന്നെല്ലാം രക്ഷപ്പെടുമോ ഈ സമയത്ത് ഞാൻ മരിച്ചാൽ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മരണത്തെ കുറിച്ച് നമ്മൾ ഓർക്കണമെന്ന് പറയുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ് മരണം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും അത് മരിക്കുക, മരണത്തെ ആസ്വദിക്കുന്നതാണ്, അഥവാ മരിക്കുന്നതാണ്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമഹ്, എന്നിട്ട് ഓരോ മനുഷ്യനും പ്രവർത്തിച്ചവന്റെ അമലിനനുസരിച്ച് പരിപൂർണമായ നിലക്കുള്ള പ്രതിഫലം അത് നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. അതിനു മുമ്പ് ചിലപ്പോ ഖബറിൽ അവൻ ഉണ്ടായേക്കാം, ചില പ്രതിഫലങ്ങളൊക്കെ ഖബറിൽ ഉണ്ടായേക്കാം, ചിലതൊക്കെ ദുനിയാവിൽ തന്നെ ഉണ്ടായേക്കാം. എന്നാലും പരിപൂർണമായ രീതിയിലുള്ള അവന് നൽകുന്ന പ്രതിഫലം നൽകപ്പെടുന്നത് അത് ഖിയാമത്ത് നാളിലാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന,
ഫഖദ് ഫാസ്. അങ്ങനെ ദുനിയാവിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത് അങ്ങനെ പരലോകത്ത് നരകത്തിൽ നിന്ന് ആര് അകറ്റപ്പെട്ടുവോ, അങ്ങനെ സ്വർഗത്തിൽ ആര് പ്രവേശിച്ചുവോ, ഫഖദ് ഫാസ്, അവരാണ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വെറും കബളിപ്പിക്കുന്ന ചില മറ്റാവുകൾ, ചരക്കുകളും വിഭവങ്ങളും മാത്രമാണ്. സഹോദരന്മാരെ, ഈ ആയത്ത് പലതവണ നമ്മൾ കേൾക്കുന്നതാണ്. ചിന്തിക്കുന്ന ഖുർആനെ സംബന്ധിച്ചിടത്തോളം ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ അസ്സഅദി റഹ്മഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ആയത്തിനെ ശരിക്ക് ചിന്തിക്കുന്നവർക്കുണ്ടാവുന്ന ഗുണപാഠമാണ്. അദ്ദേഹം പറഞ്ഞു, ഹാദിഹിൽ ആയത്തുൽ കരീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്തുണ്ടല്ലോ, അത്തസ്ഹീദു ഫിദ്ദുനിയ, ഒരു മനുഷ്യനെ ദുനിയാവിനെ തൊട്ട് വിരക്തി ഉണ്ടാക്കിക്കുന്നുണ്ട്. ബിഫനാഇഹ, എന്ത് കാരണത്താൽ? ആ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോകുന്നതാണ്. വഅദമി ബഖാഇഹ, അതൊരിക്കലും എന്നെന്നും നിലനിൽക്കാത്ത സാധനമാണ്. അതുകൊണ്ട് അതിൽ നിങ്ങൾ വഞ്ചിതരാവണ്ട, അതിനെ തൊട്ടൊരു വിരക്തി ഉണ്ടാക്കുന്നുണ്ട് ഈ ആയത്ത്. വഅന്നഹാ മതാഉൽ ഗുറൂർ, അതൊരു കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. തുഫ്തനു ബിസുഖ്റുഫിഹാ, അതിന്റെ ദുനിയാവിന്റെ ആഡംബരങ്ങൾ കൊണ്ട് നീ വഞ്ചിക്കപ്പെടുന്നു, നീ ഫിത്നയിലകപ്പെടുന്നു. വതുഖ്ദഉ ബിഗുറൂരിഹാ, അതിന്റെ മോഹല്യങ്ങൾ കൊണ്ട് നീ വഞ്ചിക്കപ്പെടുകയാണ്. വതുഗറു ബിമഹാസിനിഹാ, ദുനിയാവിലുള്ള വല്ല സൗന്ദര്യങ്ങളും കാര്യങ്ങളെയും കൊണ്ട് നീ വഞ്ചിക്കപ്പെടുകയാണ്. സുമ്മ മനസ്സിലാക്കണം, സുമ്മ ഹിയ മുൻതഖില, ദുനിയാവിൽ നമ്മൾ കാണുന്ന സൗന്ദര്യങ്ങളും ആർഭാടങ്ങളും ധനങ്ങളും എല്ലാം, സന്താനങ്ങളാകട്ടെ എല്ലാം, അതൊക്കെ നീങ്ങിപ്പോകുന്നതാണ്. ആ ദുനിയാവെന്ന് തന്നെ നീങ്ങിപ്പോകുന്ന കാര്യമാണ്. വമുൻതഖിലുൻ അൻഹാ ഇലാ ദാരിൽ ഖറാർ, അതേപോലെ നീയും പരലോകത്തേക്ക് നീങ്ങുന്നവനാണ്. എങ്ങനത്തെ പരലോകമാ? അല്ലത്തി തുവഫാ ഫീഹാ അൻഫൂസു മാ അമിലത് മിൻ ഫീ ഹാദാ ദാർ, ഈ ദുനിയാവിൽ വെച്ച് ആര് എന്തൊക്കെ ചെയ്തുവോ അതിനുള്ള പ്രതിഫലങ്ങൾ ഓരോ നഫ്സുകൾക്കും പൂർത്തീകരിച്ച് കൊടുക്കുന്നതായ പരലോകത്തേക്ക് നീ മടങ്ങിപ്പോകുന്നവനാണ്. മിൻ ഖൈരിൻ വശർ, നീ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഷർറാവട്ടെ ഖൈറാവട്ടെ, അതിനൊക്കെ പ്രതിഫലം പൂർത്തിയാക്കി നൽകപ്പെടുന്ന പരലോകത്തേക്ക് നീ നീങ്ങിപ്പോകുന്നവനാണ്. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്. ഈ ആയത്ത് ഓതുമ്പോ, ഈ ആയത്ത് കേൾക്കുമ്പോ നമ്മെ സംബന്ധിച്ച് മനസ്സിലുണ്ടാവേണ്ട കാര്യം എന്താ? കേവലം പാരായണം മാത്രമല്ല, നമ്മളെല്ലാം നീങ്ങിപ്പോകാനുള്ളവരാണ്. ദുനിയാവിന്റെ സമ്പത്തും ദുനിയാവിന്റെ മോഹങ്ങളും കൊണ്ട് പരലോകത്തെ ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ സമയം ദുനിയാവിന് വേണ്ടി, വളരെ കുറച്ച് സമയം അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ചിലവഴിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇമാം ഖത്താദ റഹ്മഹുല്ലാ പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇല്ല മതാഉൽ ഗുറൂർ, അത് കബളിപ്പിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാനായ ഖത്താദ റഹ്മഹുല്ലാ വിശദീകരിച്ചത് കാണാം. ഹിയ മതാഉൻ ഹിയ മതാ, അത് വെറും ചരക്ക് മാത്രമാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ വെറും ചരക്ക് മാത്രമാണ്. മത്രൂക, അത് ഉപേക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഔശകത്, അടുക്കാറായിട്ടുണ്ട്. വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവാണ് സത്യം, അല്ലാഹു അല്ലാതെ ഹഖായി കൊണ്ട് ഇലാഹില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൻ തദ്മഹില്ല അൻ അഹ്ലിഹാ, ദുനിയാവ് അതിന്റെ ആളുകളെയും വിട്ട് അപ്രത്യക്ഷമാകാൻ അടുക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് ഫഖുദൂ മിൻ ഹാദൽ മതാ, ഈ ദുനിയാവെന്ന ദുനിയാവിക ജീവിതത്തിന്റെ ചരക്കിൽ നിന്ന് നിങ്ങൾ തഅത്തല്ലാഹി ഇനിസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്നത്ര അല്ലാഹുവിനെ തഅത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഖുവത്തില്ല എന്നാണ്. അപ്പോ സഹോദരന്മാരെ, ഈ ആയത്തിലൂടെയൊക്കെ നമുക്ക് അല്ലാഹു അറിയിച്ചു തരുന്ന കാര്യം ചെറുതല്ല. നമ്മൾ കേവലം ആയത്തുകൾ കേൾക്കുന്നതിനപ്പുറം അല്ലാഹു ദുനിയാവൊരു വെറും കേവലം ചരക്ക് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും മനസ്സിലാക്കി ഇബാദത്തുകൾ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ട പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ആളുകളായി മാറണം നമ്മൾ. നമുക്കറിയാം, മരണം എപ്പോഴാണ്, ഏത് സമയത്താണ്,
എവിടെ വെച്ചാണ് ഒന്നും നമുക്കൊരു അറിവുമില്ല. ഇപ്പോ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയവർ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ വാഹനാപകടത്തിൽ മരിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. സഹോദരന്മാരെ, അവിടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഒരു നഫ്സിനും ആർക്കും അറിയില്ല ഭൂമിയിൽ എവിടെ വെച്ച് എപ്പോ എങ്ങനെ, ഒന്നും ആർക്കും അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഏത് സമയത്തും അത് ഉണ്ടായേക്കാം. അത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഖേദിച്ചത് കൊണ്ടൊരു കാര്യവുമില്ല. അതിനു മുമ്പേ പരലോക ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൊക്കെ നമ്മെ ഉണർത്തുന്ന കാര്യമാണ്. ഒരാൾ എവിടെ മരിക്കണം? ചിലപ്പോ ഒരാൾ ഏതെങ്കിലും പർവ്വതത്തിന്റെ ഉച്ചിയിൽ വെച്ചായിരിക്കും മരിക്കുക. പ്രതീക്ഷിക്കാത്ത, നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത് വെച്ചായിരിക്കും. അതൊക്കെ അല്ലാഹുവിന്റെ ഖദറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇമാം അത്ത്-തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ ജഅല അല്ലാഹു മനിയത അബ്ദിൻ ബിഅർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ മരണത്തെ ഭൂമിയിൽ ആക്കിയിട്ടില്ല, ഇല്ലാ ജഅല ലഹു ഫിഹാ ഹാജ്ജ. അവൻ ആ മരണപ്പെടുന്ന ഏത് സ്ഥലമാണോ അവിടേക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു സബബാക്കി തീർത്തിട്ടുണ്ടാവും. ഇന്ന സമയത്ത് നീ അവിടെ പോകണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നീ ആ ബസ്സിൽ കയറി പോകണം, അങ്ങനെ അവിടെ വെച്ച് ആക്സിഡന്റിൽ മരണപ്പെടണം. അങ്ങനെ എന്തെങ്കിലും നിലക്ക് അല്ലാഹു ഒരു സബബാക്കിയിട്ടുണ്ടാവും. അങ്ങനെ മനുഷ്യൻ മരണപ്പെടുകയാണ്. അപ്പൊ ആർക്കും അറിയില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഓർക്കേണ്ട കാര്യമാണ്. നമ്മുടെ മരണം നമ്മോട് അടുത്താണ്, വളരെ അടുത്താണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നിങ്ങളുടെ പരലോകം, സ്വർഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാളും അടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാകി നഅലിഹി. നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാളും നിങ്ങളോട് അടുത്ത് കിടക്കുകയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്താൽ നമുക്ക് വേഗത്തിൽ സ്വർഗത്തിലെത്താം. അതേപോലെ തന്നെ വന്നാറു മിസ്ലു ദാലിക്, നരകവും അതുപോലെ തന്നെ നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളുടെ അടുത്തതാണ്. അഥവാ അല്ലാഹുവിനെ ധിക്കാരം കാണിച്ച് ജീവിച്ചാൽ അവന് നരകത്തിലേക്ക് വളരെ എളുപ്പം പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് പനി വന്നാൽ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ എടുത്തു കൊടുത്തത് കാണാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പനി വന്നാൽ അദ്ദേഹം പറയും, കുല്ലു ംറിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി. എല്ലാ ആളുകളും തന്റെ കുടുംബത്തിൽ രാവിലെ ആവുന്നവരാണ്, രാവിലെ പ്രവേശിക്കപ്പെടുന്നവരാണ്. വൽ മൗതു അദ്നാ, എങ്ങനെ? വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, മരണമാകട്ടെ അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാളും അവനോട് അടുത്ത നിലയിലാണുള്ളത്. അപ്പൊ നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മോട് അടുത്ത് നിൽക്കുന്ന മരണം, ആ ഒരു മരണം വന്നാൽ ആ മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടണം. ആ ഒരു ബോധമുള്ളവരായി നമ്മൾ എപ്പോഴും മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന ഫഇന്നഹു മുലാഖീകും. ഖുൽ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടിയൊളിക്കുന്ന മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, വലിയ ഭദ്രമായി കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു കോട്ടക്കുള്ളിലാണ് എന്ന് വെക്കുക. എത്ര വലിയ സുരക്ഷയുള്ള കോട്ട എന്തായാലും ശരി, മരണം അവനെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് സഹോദരന്മാരെ. അപ്പൊ ഈ മരണത്തെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടെങ്കിൽ അത് മായ്ക്കാനും അള്ളാഹുവോട് ദുനിയാവിൽ കൂടുതൽ സമയം അള്ളാഹുവിനോട് എടുക്കാനും നമ്മൾ ചെലവഴിക്കണം. അതാണ് ഈ ആയത്തുകളിലൊക്കെ നമുക്ക് ലഭിക്കുന്ന ഗുണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, എന്റെ മേൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാകുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുവഫിയ ഫീ ബൈതി. എനിക്ക് നൽകിയ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ വെച്ച് മരണപ്പെട്ടു. വഫീ യൗമി, എനിക്കുള്ള എന്റെ ദിവസത്തിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. വബൈന സഹ്രി വനഹ്രി, സഹ്രി എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തോട് അടുത്തിട്ടുള്ള, അഥവാ ഉദ്ദേശിക്കുന്നത് മാറിടത്തിൽ വെച്ച്, എന്റെ മാറിടത്തിൽ വെച്ചാണ്. വഅന്ന അല്ലാഹ ജമഅ ബൈന റീഖി വരീഖിഹി ഇൻദ മൗതിഹി, അതേപോലെ തന്നെ എന്റെ ഉമിനീരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും ഒരുമിച്ച് കൂട്ടി. ആ മിസ്വാക്ക് കൊടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ചവച്ച് മയപ്പെടുത്തി കൊടുത്തത് ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ദഖല അലയ്യ അബ്ദുർറഹ്മാൻ, എന്റെ സഹോദരൻ അബ്ദുർറഹ്മാൻ കടന്നു വരികയാണ്. വബിയദിഹി സിവാക്, അവന്റെ കയ്യിൽ ഒരു സിവാക്കുണ്ട്, മിസ്വാക്കുണ്ട്. ഫറഅയ്തുഹു യൻദുറു ഇലൈഹി വഅറഫ്തു അന്നഹു യുഹിബ്ബു സിവാക്. ഫറഅയ്തുഹു, അപ്പോൾ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സിവാക്കിലേക്ക് നോക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഫഖുൽതു, ഞാൻ ചോദിച്ചു, ആഖുദുഹു ലക്, അല്ലാഹുവിന്റെ റസൂലേ, അത് താങ്കൾക്ക് ഞാൻ വാങ്ങിത്തരണമോ? അപ്പോ ഫഅശാറ ബിറഅസിഹി അന്നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലകൊണ്ട് അതെ വേണമെന്ന് ആംഗ്യം കാണിച്ചു. അങ്ങനെ ഫതനാവൽതുഹു, ഞാൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാങ്ങിക്കൊടുത്തു. ഫസ്തദ്ദ അലൈഹി, നബിക്ക് രോഗം വളരെ കഠിനമാവുകയാണ്. അങ്ങനെ വഖുൽതു ഉലയ്യിനുഹു ലക്, അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, ഇത് ഞാനൊന്ന് മയപ്പെടുത്തി തരണമോ? അപ്പൊ ഫഅശാറ ബിറഅസിഹി അന്നഅം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലകൊണ്ട് അതേ ആംഗ്യം കാണിച്ചു. അങ്ങനെ ഫലയ്യൻതുഹു, അങ്ങനെ ഞാൻ ആ മിസ്വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മയപ്പെടുത്തി കൊടുത്തു, കടിച്ചു മയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ വബൈന യദൈഹി റക്വ ഫീഹി മാ ഫീഹാ മാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിൽ ഒരു അവിടെ ഒരു വെള്ളപാത്രമുണ്ട്, അതിൽ വെള്ളമുള്ളതായ ഒരു പാത്രമുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജഅല യുദ്ഖിലു യദൈഹി ഫിൽ മാ, തന്റെ ഇരു കൈകളും വെള്ളത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ തുടങ്ങി. ഫയംസഹു ബിഹിമാ വജ്ഹ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുഖം അതുകൊണ്ട് തടവി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി സക്കറാത്ത്, തീർച്ചയായും മരണത്തിന് അതിന് വേദനയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഈ ഒരു അവസ്ഥ എല്ലാവർക്കും വരാനുള്ളതാണ്, എല്ലാവർക്കും വരാനുള്ള അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയിലൊക്കെ വിജയിക്കുന്ന കക്ഷികളായി അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി ദുനിയാവിൽ നമ്മൾ ജീവിക്കണം, ഹറാമുകളില്ലാതെ. മരിക്കുന്ന സന്ദർഭങ്ങൾ, മരണത്തിന്റെ അവസ്ഥയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കി തരുന്ന കാര്യമാണ്. കല്ലാ ഇദാ ബലഗത്തിത് തറാഖി, അല്ലാഹു പറയുകയാണ്, ഒരാളുടെ റൂഹ് ശരീരത്തിൽ നിന്നും പിടിച്ച് തൊണ്ടക്കുയിലെത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ എല്ലാവർക്കുമുള്ള അവസ്ഥയാണ് വഖീല മൻ റാഖ്, അപ്പൊ അവൻ പറയുമെന്നാണ് ആ അവസ്ഥയിൽ മൻ റാഖ് എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ വിശദീകരിച്ച് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ റാഖി യർഖി, എനിക്കൊന്ന് മന്ത്രിച്ചു തരാൻ, ഈ ഒരു അവസ്ഥയിൽ എനിക്കൊന്ന് മന്ത്രിച്ചു തരാൻ ആരാണുള്ളത്? ഇമാം അബൂ ഖിലാബ റഹ്മഹുല്ലാഹ് പറഞ്ഞു, മൻ തബീബുൻ ഷാഫിൻ, ശിഫ നൽകാനുള്ള ഒരു തബീബ്, ഒരു ഡോക്ടർ ആരാണുള്ളത് എന്ന് ആ മനുഷ്യൻ പറയുകയാണ് തൊണ്ടക്കുയിൽ ആ റൂഹെത്തുന്ന മരണമെത്തുന്ന സമയത്ത്. അങ്ങനെ ഒരു മനസ്സിലാകും വസന്ന അന്നഹുൽ ഫിറാഖ്, അങ്ങനെ ആ മനുഷ്യന് മനസ്സിലാകും, അവന് ദൃഢമാകും, വസന്ന, അവന് ദൃഢമാകും അന്നഹുൽ ഫിറാഖ്, ദുനിയാവിൽ നിന്ന് അവൻ വേർപെട്ടു പോവുകയാണ് എന്ന് ഓരോരുത്തരും ആ സമയത്ത് മനസ്സിലാക്കും. പിന്നെ വസന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ്, കണങ്കാലുകൾ, കാലുകൾ ഇങ്ങനെ കൂട്ടിയണിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവിടെ മുഫസ്സിറുകൾ വ്യത്യസ്ത വിശദീകരണങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, കാലുകൾ സാക്കും കൂട്ടിഘടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ആ അവസാനത്തെ ദിവസവും പരലോകത്തിന്റെ ആദ്യത്തെ ദിവസവുമാണ്. കാരണം തൊണ്ടക്കുയിലെത്തി ദുനിയാവിൽ അവൻ വേർപ്പെടുകയാണ്. പിന്നെ അവന്റെ ആഖിർ, ആ പരലോകത്തേക്കുള്ള പ്രവേശനം ആരംഭിക്കുകയാണ്.
ആ നിലക്കാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. അതല്ല ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് കാലുകൾ കഫൻ ചെയ്തിട്ട് കാലുകൾ കൂട്ടിക്കെട്ടും, ആ നിലക്കാണ് എന്നും വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഏതായാലും ഈ ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും വരാനുള്ളതാണ്. അപ്പൊ സഹോദരന്മാരെ, അവിടെ രക്ഷപ്പെടാൻ വേണ്ടി, മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കിക്കൊണ്ടിരിക്കണം. മരണത്തിന്റെ സമയത്ത് ഖേദിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ദുനിയാവിൽ ധാരാളം കേട്ടു, ആയത്തുകൾ കേട്ടു, സലഫുകളുടെ ജീവിത രീതികളെല്ലാം മനസ്സിലാക്കി, എന്നിട്ടും ഒരു മാറ്റവും വരാതെ ഇതെന്നും കേൾക്കുന്നത് പോലെ കേട്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഖേദിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് മരിക്കുമ്പോൾ അവർ പറയും, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്. അന്ന് അവർ പറയുന്ന വാക്കുണ്ട്, അല്ലാഹുവേ കുറച്ച് സമയത്തേക്ക് ഒന്ന് നീട്ടിത്തരണം. പക്ഷേ അങ്ങനെ അങ്ങനെ നീട്ടിത്തന്നാൽ ഞങ്ങൾ സദഖ കൊടുക്കാം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാകാം എന്നൊക്കെ പറയും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണമെത്തിക്കഴിഞ്ഞാൽ യാതൊരു രക്ഷയുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ദുനിയാവ് ഒരു വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭവം മാത്രമാണെന്ന് ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അത് അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളണം. അതല്ലെങ്കിൽ അതിന്റെ സുഖ സൗകര്യങ്ങളിലും അതിന്റെ ആഡംബരങ്ങളിലും വഞ്ചിതരാക്കപ്പെടുകയും അങ്ങനെ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുകയും അവസാനം ഖേദിക്കുന്ന അവസ്ഥ, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിപ്പെടരുത്. നമ്മുടെ അമലുകൾ നമ്മൾ നന്നാക്കിക്കൊണ്ടിരിക്കുക, ഏത് സമയത്തും മരണപ്പെടും എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകുക, അങ്ങനെ നമ്മൾ ജീവിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ മിൻ ജമീഇ ദുനൂബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ അമ്മാ ബഅദ്. മരണചിന്ത ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ബഹുഭൂരിപം ആളുകളും അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ദുനിയാവിന്റെ മോഹങ്ങളിൽ കുടുങ്ങിപ്പോവുകയാണ്. പ്രത്യേകിച്ച് സമ്പത്തും മറ്റുള്ള കാര്യങ്ങളിലും മുഴുകിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ താഴ്ത്തി ചെയ്യാനുള്ള സമയങ്ങൾ നഷ്ടപ്പെടുകയാണ്. കേവലം വന്ന് നമസ്കരിക്കുന്നു, ബാക്കി എല്ലാ സമയങ്ങളിലും ദുനിയാവിന്റെ കാര്യങ്ങളിൽ മുഴുകിപ്പോകുന്ന ഒരവസ്ഥ. യഥാർത്ഥത്തിൽ ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ സലഫുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന പല കാര്യങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശം എന്താ? കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. നീ ഒരു അപരിചിതൻ, അതല്ല വഴിയാത്രക്കാരൻ. വഴിയാത്രക്കാരൻ എന്ന് പറയുമ്പോ അപരിചിതനേക്കാളും, അപരിചിതൻ എന്ന് പറഞ്ഞ ദുനിയാവിൽ ഒരു സെക്കൻഡ് താമസ സ്ഥലമോ ഒരു ഖറാർ, ഒരു വാസസ്ഥലമോ ഇല്ലാത്തവൻ. വഴിയാത്രക്കാരൻ പറഞ്ഞാൽ അതിനേക്കാളും ഒന്നുകൂടി വിരക്തി കൂടും. അവനൊന്നുമില്ല, അവനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കാൻ. അപ്പൊ ദുനിയാവിൽ നമ്മൾ അങ്ങനെയായിരിക്കണം. പരലോകത്തെ വെച്ച് നോക്കുമ്പോ പരലോകത്തേക്കുള്ള ആളുകളാണ് നമ്മൾ. ആ ഒരു യാത്രയിലാണ്. ആ നിലക്കുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മളുടേത്. അല്ലാതെ ദുനിയാവിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥ പോലും പലരിലും ഉണ്ടാകുന്നുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഈ ദുനിയാവിനോട് മോഹമുള്ള ആളുകൾ, സമ്പത്തിനോട് അതിയായ ആഗ്രഹമുള്ള ആളുകളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, യംബഗി ലിൽ ഇൻസാൻ, മനുഷ്യൻ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്, അയജ്അലൽ മാല, അവന്റെ സമ്പത്തിനെ അവൻ ആക്കി തീർക്കുക, കഅന്നഹു ഹിമാർ യർകബുഹു, അവൻ വാഹനമായി ഉപയോഗിക്കുന്ന ഒരു കഴുതയെ പോലെ അവൻ ആക്കി തീർക്കുക സമ്പത്ത്. അത്ര വില കൽപ്പിച്ചാൽ മതി. ഔ അല്ലെങ്കിൽ കഅന്നഹു ബൈത്തുൽ ഖലാ യഖ്ദി ഫീഹി ഹാജ, തന്റെ ആവശ്യം നിറവേറ്റുന്ന ബൈത്തുൽ ഖലാ, ബാത്റൂം ഉണ്ടല്ലോ, അത്ര ആ ഒരു നിലവാരത്തിൽ അതിനവർ മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഇതൊക്കെ വിരക്തിക്ക് വേണ്ടി, ദുനിയാവിനോടുള്ള ആർത്തി ഇല്ലാതിരിക്കാൻ വേണ്ടി സലഫുകൾ പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ധിക്കാരിയാവുകയാണ്. അവന്റെ അവസ്ഥ അവൻ മനസ്സിലാക്കുന്നില്ല. എങ്ങനെയാണ് അവൻ ഉണ്ടായത്, അവന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ്,
അതൊക്കെ മറന്നുകൊണ്ട് ദുനിയാവിലൂടെ മാത്രം അഹങ്കരിച്ച് ജീവിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തുറന്ന് തന്നെ ഒരു കാര്യം സഹാബാക്കളോട് പറയുകയുണ്ടായി. എന്താ സംഭവം? അബൂബക്കർ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന അബൂബക്കറിൻ യഖ്തുബുന, ഞങ്ങൾക്ക് ഖുത്ബ നടത്തുകയാണ്. ഫയദ്കുറു ബദഅ ഖൽഖിൽ ഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു ഇങ്ങനെ പറയുകയാണ്. ഫയഖൂൽ, അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഖുലിക മിൻ മജ്റൽ ബൗൽ മിൻ നത്നിന. അഥവാ ഒരു ശരിക്കും തുറന്നങ്ങോട്ട് പറയുകയാണ്. നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആളുകൾ ചിന്തിക്കാൻ വേണ്ടി, ദുർഗന്ധം ഉണ്ടാവുന്ന ബൗൽ, മൂത്രത്തിന്റെ ത്വരീക്കിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ് നിങ്ങൾ എന്നിങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് സഹാബാക്കൾ പറയുകയാണ്, ഹത്താ യതഖദ്ദറ അഹദുനാ നഫ്സഹ്. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുമ്പോ ഞങ്ങളിൽ ഓരോരുത്തർക്കും ഞങ്ങളുടെ നഫ്സിനോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. അത്രയുള്ളൂ മനുഷ്യന്മാർ, അത്ര ദുർബലനാണ്. എന്നിട്ട് ആളുകൾ അഹങ്കരിക്കുന്നു, അള്ളാഹുവിനെ മറന്നു കളയുന്നു. അതുകൊണ്ട് ആ അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അഹിബ്ബുൽ മസാകീൻ, നിങ്ങൾ മിസ്കീനുകളെ ഇഷ്ടപ്പെട്ടുകൊള്ളുക, പാവപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടുകൊള്ളുക. ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ ദുആഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദുആയിൽ പ്രാർത്ഥിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അല്ലാഹുവേ എന്നെ നീ മിസ്കീനായിട്ട് ജീവിപ്പിക്കണമേ. വ അമിത്നി മിസ്കീന, മിസ്കീനായിട്ട് എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ, മിസ്കീനുകളുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് വെച്ച് എന്നെ പുനർത്തി എഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യണമേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയാണ്. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എന്താ? മിസ്കീനായിട്ട് എന്നെ ജീവിപ്പിക്കണം, മിസ്കീനായിട്ട് എന്നെ മരിപ്പിക്കണം, മിസ്കീനുകളുടെ കൂട്ടത്തിൽ എന്നെ പുനർത്തി എഴുന്നേൽപ്പിക്കപ്പെടണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചത് തിന്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് അടുക്കാനും അങ്ങനെ നാളെ പരലോകത്ത് വിജയിച്ച കക്ഷികളുടെ കൂട്ടത്തിൽ പെടാനും വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ മരണത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കുക എന്നുള്ളത്. അത് സലഫുകളുടെ മാർഗമാണ്. അതുകൊണ്ട് കേവലം ഇതൊക്കെ പലതവണ ആളുകൾ ധാരാളം കേൾക്കുന്ന ഒരു ആയത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, അങ്ങനെ കേട്ടുപോകല് മാത്രമല്ല, അതിലൂടെ നമുക്ക് അള്ളാഹു നൽകുന്ന ഉപദേശം എന്താണ്, അതിലൂടെ സലഫുകൾ മനസ്സിലാക്കി തരുന്ന കാര്യം എന്താണ്, അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക. അങ്ങനെ ഹക്കിന്റെ ആളുകളായി ജീവിക്കാനും ഹക്കിൽ അടിയുറച്ച് മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ ഇന്നാ നസ്തഗ്ഫിറുക إنك كنت غفارا. اللهم أنت الغني ونحن الفقراء وانصرنا على القوم الكافرين. ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وصحبه